സൺഡേ ആണ്. നമ്മളെ ദുബായ്ക്കാരെ സംബന്ധിച്ചോളം നമ്മൾ പരീക്ഷണങ്ങൾ നടത്താൻ പോണ ദിവസമാണ് സൺഡേസ്. മെയിൻ ആയിട്ട് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് നമ്മൾ ആമ്പിള്ളേരുടെ ബാച്ചിലേഴ്സ് റൂമിലായിരിക്കും. കാരണം നമ്മൾ നാട്ടിലൊന്നും കുക്കിങ്ങിനോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറങ്ങാത്തവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പയ്യെ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ മെസ്സ് ഇതൊക്കെ അലമ്പ് ഫുഡൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രസമാണ്. പിന്നെ നമ്മൾ വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കാൻ നോക്കും. അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇന്ന് ഈ നിമിഷം നമ്മൾ ഇവിടെ നടത്താൻ പോണത്. കിങ് ഫിഷ് പരീക്ഷണം അല്ലെങ്കിൽ കിങ് ഫിഷ് എക്സ്പെരിമെന്റ്. മെയിൻ ആയിട്ട് ആവശ്യം വരണം ഏറ്റവും വലിയൊരു സാധനം ചട്ടിയാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു മൺചട്ടി വാങ്ങി. മൺചട്ടി അപ്പോൾ നമ്മളിവിടെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് അകമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അടുപ്പത്ത് വെച്ചു. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ കൂട്ടത്തില് ഞാൻ പറയാൻ മറന്നുപോയ മെയിൻ സാധനമുണ്ട്. നമ്മുടെ ഷെഫ് ഫെബിൻ ഫാബ്സ് ആണ്. ഫെബിൻ ഫാബ്സ് ഇടുക്കിക്കാരനാണ്. അപ്പൊ ഫെബിൻ ഫാബ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ ഷെഫ് ഇവിടെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ചെറുള്ളി ഒരു 10 എണ്ണം, പിന്നെ വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞത് ഒരു 5 അല്ലി, പിന്നെ പച്ചമുളക് നടുവീറിയത് ഒരു 4 എണ്ണം, പിന്നെ കരിവേപ്പിലയുടെ 2 തണ്ട്, ഇഞ്ചി ചതയ്ക്കാൻ ഐറ്റം ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം. ഇതൊക്കെയാണ് നമ്മുടെ ഷെഫ് മെയിൻ ആയിട്ട് എടുത്ത അടുത്ത ഐറ്റംസ്. ഈ അരിഞ്ഞു വെച്ച ഐറ്റംസ് എല്ലാം ചട്ടിയിൽ ഓരോന്നോരോന്നായിട്ടിട്ട് അത് വരട്ടാൻ തുടങ്ങി. പിന്നെ ഒരു 10 മിനിറ്റ് നേരം വരട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഗ്യാപ്പിന് ഞങ്ങൾ ലോകം പറ്റി പിടിക്കുന്ന കഥകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അംബാനിയേക്കാൾ മേലെ എത്തണമെന്നും അടുത്തൊരു ബിസിനസ് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നോ എന്ന കൊടുമ്പിരി കൊണ്ട ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരോട്. ഇതൊക്കെ ആയപ്പോഴേക്കും സമയം ഏകദേശം ഒരു 1:30-2 മണിയുടെ അടുത്തേക്ക് ആയി തുടങ്ങി. പേഷ്യൻ്റാണെങ്കിൽ വയറ് കാളി തുടങ്ങി. പെട്ടെന്ന് മീൻകറി റെഡിയാവും എന്നുള്ള ശുഭപ്രതീക്ഷയില് അവന്റെ കൂടെ കൂട്ടായിട്ട് ഞാനും അവന് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. സപ്പോർട്ടിങ്ങിന്റെ വീര്യം കുറഞ്ഞു വന്നു തുടങ്ങി. കാരണം രാവിലെ എനിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അപ്പൊ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇത്ര നേരമായിട്ട് ഇത് റെഡിയാവുമെന്ന് വെച്ചിട്ട് കഴിക്കാനും പറ്റാണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഷെഫിന് മനസ്സിലായി എനിക്ക് വയ്യാതെ ടയേർഡായി തുടങ്ങി, ഞാൻ ഇനി പോയി കിടക്കുമെന്ന്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് തിരിച്ചറിവ് അവന് വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബിസിനസ് തുടങ്ങണ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങി. അതല്ലെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ, ഇപ്പോഴും ഈ ഒരാളുടെ കീഴിൽ പണിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലൊരു ഫ്രസ്ട്രേഷൻ വന്ന് ബിസിനസ് തുടങ്ങണം, രക്ഷപ്പെടണം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയ ടോപ്പിക്കുകൾ എടുത്തിട്ടു അത് വീണ്ടും ചർച്ചയ്ക്ക് വിഷയമാക്കി വീണ്ടും ഞങ്ങൾ കൊടുമ്പിരി കൊണ്ട ചർച്ചയിൽ വീണ്ടും ഏർപ്പെട്ടു തുടങ്ങി. ആ ചർച്ചയ്ക്ക് ഒടുവിൽ ഷെഫ് എന്നോട് സന്തോഷിക്കാൻ വകയുള്ള ആ കാര്യം പറഞ്ഞു, മീൻകറി ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്, ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കിങ് ഫിഷ് കറി റെഡിയാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടനായി. നമ്മുടെ കിങ് ഫിഷ് കറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചോറെടുക്കുക, വേഗം ചൂടായ ഈ കിങ് ഫിഷ് കറി അതിലേക്ക് ഒഴിക്കുക, കഴിക്കുക. ഏതെങ്കിലും ഒരു സൺഡേ നമ്മുടെ ഷെഫ് ഫെബിൻ ഇതേപോലെ റെഡിയാവുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഷെഫ് ഫെബിന്റെ പിന്നാലെ പോണതായിരിക്കും.